ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യം ശക്തമാക്കി SITയുടെ വീഴ്ചകൾ. 6 കോടിയോളം വിപണി വില വരുന്ന 4147 കിലോ സ്വർണം കവർന്നിട്ടും ആകെ തിരിച്ചുപിടിച്ചത് വെറും 474.960 ഗ്രാം സ്വർണം മാത്രം. ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത് യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാൽ എന്നാണ് പ്രധാന ആക്ഷേപം. പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമെന്ന മൊഴിയുണ്ടായിട്ടും നടപടി കടുപ്പിക്കാത്തതിലും വിമർശനം ശക്തമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോഴും SITക്ക് പകരം CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അന്വേഷണത്തിലെ SITയുടെ മെല്ലെപ്പോക്കും വീഴ്ചകളുമാണ് ഇതിന് കാരണം. ശബരിമലയിൽ നിന്നും ആകെ നഷ്ടമായത് 4 കിലോയിലധികം സ്വർണമെന്നാണ് പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4.147 കിലോ സ്വർണം. പുരാവസ്തു മൂല്യവും വിശ്വാസമൂല്യവും കണക്കിലെടുക്കാതെ ഇപ്പോഴത്തെ വിപണി വില മാത്രം പരിഗണിച്ചാൽ 6 കോടിയോളം വില മതിക്കുന്ന സ്വർണം നഷ്ടമായെന്നാണ് സാരം. എന്നാൽ അന്വേഷണം തുടങ്ങി 3.5 മാസമാകാറായിട്ടും ആകെ കണ്ടെത്താനായത് വെറും 474.960 ഗ്രാം സ്വർണം മാത്രം. ബാക്കി 3.672 കിലോ സ്വർണം എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടും അന്വേഷണ സംഘത്തിന് ഉത്തരമില്ല. കണ്ടെടുത്ത സ്വർണം ശബരിമലയിലെ യഥാർത്ഥ സ്വർണത്തിന്റെ ഭാഗമാണെന്നതിനും സ്ഥിരീകരണമില്ല. അന്വേഷണ സംഘത്തിന്റെ വീഴ്ച മൂലമാണ് കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് ജാമ്യം ലഭിക്കാൻ കാരണം. കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്നും വീട്ടിൽ സന്ദർശനം നടത്താറുണ്ടെന്നുമുള്ള പോറ്റിയുടെ മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഏതാണ്ട് 2 മാസം മുൻപ്. പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി നൽകിയിരുന്നു. എന്നിട്ടും കേസിൽ പ്രതി ചേർക്കാനോ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനോ SIT തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതി ഗുരുതര പരാമർശം നടത്തിയിട്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിലും വിമർശനം ശക്തമാണ്. KP ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകിയതിലും കോടതി വിമർശനമുയർത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.